Today we will discuss rheumatoid arthritis. Rheumatoid arthritis. Okay, നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. Rheumatoid arthritis is a it's a chronic inflammatory disorder. അല്ലേ, ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇറ്റ്സ് എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ദാറ്റ് ഈസ് ആൻറ്റിബോഡി എഗെയിൻസ്റ്റ് അവർ ഡിഫെൻസ് സിസ്റ്റം. അതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് ആൻഡ് ദാറ്റ് ആൻറ്റിബോഡി ഡിസ്ട്രോയ് ഓർ ഡാമേജസ് ടാർഗറ്റ് സ്ട്രക്ചർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, ഇൻഫ്ലമേറ്ററി ഡിസോർഡറാണ്, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡറാണ്. ഓക്കെ, റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇറ്റ്സ് ഇൻഫ്ലമേഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ആർത്രൈറ്റിസ് മീൻസ് ജോയിൻസിലാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ജോയിൻസിലാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ മലയാളത്തിൽ സന്ധിവാതം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ആർത്രൈറ്റിസ് ക്യാൻ ബി ആർട്ടിക്കുലാർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓർ എക്സ്ട്രാ ആർട്ടിക്കുലാർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതായത് എക്സ്ട്രാ ആർട്ടിക്കുലാർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ ദാൻ സ്കെലിറ്റൽ സിസ്റ്റം. എക്സ്ട്രാ ആർട്ടിക്കുലാർ മീൻസ് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ആർത്രൈറ്റിസിനെയാണ് നമ്മൾ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണ് നമ്മൾ ആർട്ടിക്കുലാർ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്ട്രാ ആർട്ടിക്കുലാർ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ സ്കെലിറ്റൽ സിസ്റ്റം, അതായത് സ്കെലിറ്റൽ സിസ്റ്റത്തിന് പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതും റിമറ്റോയിഡ് ഫാക്ടർ കൊണ്ടുണ്ടാവുന്ന തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, റിമാറ്റിക് ഫീവർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ കംസ് അണ്ടർ എക്സ്ട്രാ ആർട്ടിക്കുലാർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, RA എന്ന് പറയാം. ഓക്കെ, സോ rheumatoid arthritis is a long-term autoimmune disorder that primarily affects joints. Okay, it's a long-term autoimmune disorder, that is long-term chronic inflammatory autoimmune disorder that primarily affects joints and results in swollen and painful joints. Okay, swollen and painful, അറിയാം നമുക്ക്. ഒരു ജോയിൻറ്റിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് ഉണ്ടാവുക എന്നുള്ളത്. സ്വെല്ലിങ് ഉണ്ടാവും, അവിടെ റെഡ്നെസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, അല്ലേ. മോസ്റ്റ് കോമൺലി റിസ്റ്റ്, ഹാൻഡ്സിലാണ് മെയിനായിട്ട് ഇത് കാണുന്നത്. ഒരു സിമെട്രിക്കൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കയ്യിലുണ്ടാവും, ഒരു കയ്യിലല്ല, രണ്ട് കയ്യിലും ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, both sides of the body, a symmetrical inflammation ഉണ്ടാവുക. Then it also having extra articular involvement including rheumatoid nodules ഉണ്ടാവും. നമ്മുടെ ബോഡിക്കകത്ത് നോഡ്യൂൾസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ what we called ലിംഫഡിനോപ്പതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ലിംഫ് നോട്ട്സ് എന്തുണ്ടാവും, ലിംഫ് നോട്ട്സ് സ്വെല്ല് ചെയ്യുക, അതിനാണ് ലിംഫഡിനോപ്പതി എന്ന് പറയുന്നത്. നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ ലിംഫ് നോട്ട്സ് നമ്മൾ സ്വെല്ല് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ സെയിം പോലെ തന്നെ ഈ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നാൽ ഡ്യൂ ടു ദിസ് റിമറ്റോയ്ഡ് നോഡ്യൂൾസ് സ്വെല്ലിങ് ഉണ്ടാവും. ഓക്കെ, സ്വെല്ലിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ വാസ്കുലൈറ്റിസിന് വാസ്കുലാർ സിസ്റ്റത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നതാണ് വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഐ ഇൻഫ്ലമേഷൻ, ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ, കാർഡിയോ പൾമണറി ഡിസീസ്. ഓക്കെ, then lymphadenopathy ഞാൻ ഓൾറെഡി പറഞ്ഞു. splenomegaly also can be manifested. These all comes under extra articular involvement include rheumatoid nodules, vasculitis, then eye inflammation, then neurological dysfunction, cardiopulmonary disease, then lymphadenopathy ആൻഡ് സ്പ്ലീനോമെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഇൻ ദ സ്പ്ലീൻ, ദാറ്റ് ഈസ് സ്വെല്ലിംഗ് ഓഫ് സ്പ്ലീൻ. അതിനാണ് നമ്മൾ പറയുന്നത് സ്പ്ലീനോമെഗാലി എന്ന്. ഓക്കെ, ദീസ് ആർ ദ മേജർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഓർ ലോങ് ടേം
ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയും, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ എന്ന് പറയും, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ദാറ്റ് അഫക്ട്സ് ആർട്ടിക്കുലേറ്റ് സിസ്റ്റം ആൻഡ് എക്സ്ട്രാ ആർട്ടിക്കുലാർ സിസ്റ്റം. ആർട്ടിക്കുലാർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ആർട്ടിക്കുലാർ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so what are the major causes? Let's see what are the major causes of this rheumatoid arthritis. Rheumatoid arthritisൻ്റെ ഒരു ജെനറ്റിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ജീൻസ് നമ്മുടെ ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ദാറ്റ് മേ ലീഡ്സ് ടു റിമാറ്റ് RA. ഓക്കെ, സ്പെസിഫിക് ജീൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ് പറയുന്നത് HLA-DR4, അതായത് ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ, ദാറ്റ് ഈസ് DR4 എന്ന് പറഞ്ഞൊരു ആൻറ്റിജൻ. ഇറ്റ്സ് എ മേജർ ഫാക്ടറാണ് HLA-DR4, ഹ്യൂമൻ ലിംഫോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറയാം, ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്നും പറയാം. ഓക്കെ, ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ല്യൂക്കോസൈറ്റ്, WBCയുടെ ഒരു പാർട്ടാണ്. ഹ്യൂമൻ ലിംഫോസൈറ്റ് ആൻറ്റിജൻ ദാറ്റ് ഈസ് DR4 പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ ദർ ഇസ് എ മോർ ചാൻസസ് ഓഫ് developing this RA. Okay, more chances of developing RA. Okay, then a genetic factor അല്ലാതെ other predisposing factors such as cigarette smoking RA ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സൈനോവിയൽ ഇഞ്ചുറി, നമ്മുടെ സൈനോവിയൽ മെയിനായിട്ട് ഇത് സൈനോവിയൽ ജോയിൻസിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവും, അതിന് വല്ല ഇഞ്ചുറിയും പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് മേ ലീഡ്സ് ടു RA. Then all other factors that cause modification of autoantigen ഞാൻ ഓൾറെഡി പറഞ്ഞു. autoantigen is HLA-DR4 എന്ന് പറഞ്ഞൊരു ആൻറ്റിജൻ ആണ്. അത് ഇനാക്റ്റീവ് ആയിരിക്കും. അതിനെ ഏതെങ്കിലും രീതിയിൽ സ്റ്റിമുലേറ്റ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മേ ലീഡ്സ് ടു ദിസ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ്, ദാറ്റ് ഈസ് റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിൻ്റെ നമുക്കൊരു ഡയഗ്നോസിങ് ഫീച്ചേഴ്സാണ്, അവരിലെല്ലാവരും റിമറ്റോയ്ഡ് ഫാക്ടർ ദാറ്റ് ഈസ് ആൻറ്റിബോഡി ഉണ്ടാവും, ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡി, ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് റിമറ്റോയ്ഡ് ഫാക്ടർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 80% പേഷ്യൻസിലും റിമറ്റോയ്ഡ് ഫാക്ടർ RF എന്ന് പറഞ്ഞാൽ റിമറ്റോയ്ഡ് ഫാക്ടർ ഉണ്ടാവും, ദാറ്റ് ഈസ് എ ഓട്ടോ ആൻറ്റിബോഡി. ഓക്കെ, ആൻറ്റിബോഡി. ഇതാണ് നോർമൽ ആർത്രൈറ്റിസും നോർമൽ ജോയിൻസും റിമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന ജോയിൻസും തമ്മിലുള്ള ഡിഫറൻസ്. നോർമൽ ജോയിൻസിൽ നമുക്ക് വി ക്യാൻ സീ ദ കാർട്ടിലേജ്, ആർട്ടിക്കുലർ കാർട്ടിലേജ് കാണാൻ പറ്റും, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കുലർ കാർട്ടിലേജ്, ദർ ഇസ് എ ക്ലിയർ സൈനോവിയൽ ഫ്ലൂയിഡ് ആൻഡ് നോൺ ഇൻഫ്ലമേറ്റഡ് സൈനോവിയൽ മെംബ്രെയിൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്രാജുവൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് ഇതിനകത്ത്. സെക്കൻഡ് പിക്സിൽ നമുക്ക് കാണാൻ പറ്റും ദ ബോൺസ് കെയിം നിയർ, അല്ലേ, ബോൺസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് പോവും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു തിന്നിങ് ഓർ ഡാമേജിങ് ഓഫ് കാർട്ടിലേജ് ഡ്യൂ ടു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ഈ സൈനോവിയൽ ഫ്ലൂയിഡിനകത്ത് പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വന്ന് ആ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ജോയിൻസിൻ്റെ ഇടയിലുള്ള കാർട്ടിലേജ് ദാറ്റ് ഈസ് ആർട്ടിക്കുലർ കാർട്ടിലേജിനെ ഫുള്ള് ഡാമേജ് ചെയ്യും. പിന്നെ ദെൻ ദീസ് ബോൺസ് ബിക്കം മോർ ക്ലോസർ. ഓക്കെ, ദെൻ അതിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ദെൻ ദ ഇൻഫ്ലമേഷൻ ഇൻ ദി സൈനോവിയൽ മെംബ്രെയിൻ. ഓക്കെ, സൈനോവിയൽ മെംബ്രെയിനിൽ ഇൻഫ്ലമേഷൻ, ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റ് സൈനോവിയൽ മെംബ്രെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അങ്ങനെ പുറത്തോട്ട് അത് നിൽക്കും. അങ്ങനെയാണ് നമുക്ക് സ്വെല്ലിങ്ങും റെഡ്നെസ്സും പുറത്തോട്ട് കാണാൻ പറ്റുന്നത്. ആ കണ്ടീഷനാണ് നമ്മൾ റിമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സോ നോർമൽ ജോയിൻറ്റ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റിമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഓക്കെ, ആ 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇത് നിങ്ങൾ എക്സാമിനേഷന് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് ഒരു ഗ്രാജുവൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ദി RA ആണ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നോർമലിൽ നിന്ന് ആങ്കൈലോസിസ് എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻസ്ഡ്, ഏറ്റവും ലേറ്റ് ഡിസീസ്, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ആങ്കൈലോസിസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് 2 ബോൺസ് അറ്റ് ദി ജോയിൻറ്റ്. 2 ജോയിൻസും തമ്മിലുള്ള ആ 2 ബോൺസും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻഡ് ജോയിൻറ്റ് ബിക്കം ഇമ്മൂവബിൾ. ആ കണ്ടീഷനാണ് നമ്മൾ ആങ്കൈലോസിസ് എന്ന് പറയുന്നത്. ആങ്കൈലോസിസ് വന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോയുടെ അവിടെ ആ ഇത് മൊത്തം പോയി, അതായത് നീ മൊത്തം പോയിട്ട്
അവിടെ വന്നിട്ടുള്ള ആ രണ്ട് ബോൺസും കൂടി ജോയിൻ ചെയ്ത് മൂവ് ചെയ്യാതെ ഇരിക്കുന്നു, ഇമ്മൂവബിളായിട്ട് മാറും. ആ കണ്ടീഷനെയാണ് നമ്മൾ ആങ്കൈലോസിസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ആങ്കൈലോസിസ്. ANKYLOSED, ആങ്കൈലോസ്ഡ് ജോയിൻറ്റ്. ആങ്കൈലോസിസ്, SIS, ആങ്കൈലോസിസ് എന്നും പറയാം, ആങ്കൈലോസ്ഡ് ജോയിൻസ് എന്നും പറയും. ഇത് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത തന്നെയാണ്. ഏർലി സ്റ്റേജിൽ ആർട്ടിക്കുലർ കാർട്ടിലേജും ക്ലിയർ സൈനോവിയൽ ഫ്ലൂയിഡൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദിസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അറ്റ് ദി സൈനോവിയൽ മെംബ്രെയിൻ ഓർ സൈനോവിയൽ ഫ്ലൂയിഡ് ആൻഡ് പാനസ് ഫോർമേഷൻ എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. പാനസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ ഡാമേജ് ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജ് ഡ്യൂ ടു ദിസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, അതിനാണ് പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ പാനസ് ഫോർമേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഫുള്ള് എന്താവും? ഡാമേജ് ആവും. പിന്നെ ആ രണ്ട് ബോണും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഇമ്മൂവബിളായിട്ട് മാറും. ആ കണ്ടീഷൻ നമ്മൾ ആങ്കൈലോസിസ് എന്ന് പറയും. ഓക്കെ, ആങ്കൈലോസിസ്. ഓക്കെ, ഇതൊക്കെയാണ് വേരിയസ് സ്റ്റേജസ് ഓഫ് RA. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, സൈൻസ് ആൻഡ് സിംറ്റംസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്, ജോയിൻസിലാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. അത് നോർമലി എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു. എവിടെയാണ്? നമ്മുടെ റെസ്റ്റിലുണ്ടാവാം, അല്ലെങ്കിൽ MCP, ദാറ്റ് ഈസ് മെറ്റാഫാരിഞ്ചോ കാർപ്പൽ. ഓക്കെ, ആ ലെവലിൽ വരാം. പിന്നെ വേറെ MTP, മെറ്റാകാർപ്പോഫലഞ്ചൽ ജോയിൻറ്റ്, മെറ്റാകാർപ്പോഫലഞ്ചൽ ജോയിൻസിലുണ്ടാവാം, അല്ലെങ്കിൽ മെറ്റാടാർസോഫലഞ്ചൽ ജോയിൻസ്. മെറ്റാകാർപ്പോഫലഞ്ചൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ റിസ്റ്റിലുള്ള രണ്ട് സെറ്റ് ഓഫ് ബോൺസ് ആണ്. അതും വിരലും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത്, മനസ്സിലായില്ലേ? വിരലും റിസ്റ്റിലുള്ള രണ്ട് പോർഷൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് മെറ്റാകാർപ്പോഫലഞ്ചൽ ജോയിൻറ്റ്. മെറ്റാടാർസോഫലഞ്ചൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിനകത്തുള്ള ബോൺസാണ്. ഓക്കെ, ടാർസൽ എന്ന് പറഞ്ഞാൽ കാലിലെ ബോൺസാണ്, കാർപ്പൽ എന്ന് പറഞ്ഞാൽ കൈയിലെ ബോൺസാണ്. അപ്പോൾ ആ ജോയിൻസിൽ സ്വെല്ലിംഗ് ഉണ്ടാവും. അങ്ങനെ ബിഗ് ടോലോ അല്ലെങ്കിൽ തമ്പിലൊക്കെ സ്വെല്ലിംഗ് ഉണ്ടാവും. ഓക്കെ, തമ്പിൻ്റെയൊക്കെ ഡിഫോമിറ്റി, ഇറ്റ് മേ ലീഡ്സ് ടു ഡിഫോമിറ്റി ഇൻ തമ്പ്. ഓക്കെ, അത് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ദ പെയിൻ, സ്റ്റിഫ്നെസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഫിംഗർ, thumbs, wrist, knee and toes. Okay, then morning stiffness may last for 30 minutes to several hours. Okay, മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോൺസ് എല്ലാം സ്റ്റിഫായിട്ടിരിക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനങ്ങാൻ പറ്റാത്ത രീതിയിലിരിക്കും. മേ ലീഡ്സ് ടു സിവിയോറിറ്റി അനുസരിച്ച് 30 minutes മുതൽ അവേഴ്സ് വരെ അത് നീണ്ടുപോകാം. ഓക്കെ, ദാറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദി സിവിയോറിറ്റി. ഓക്കെ, ദെൻ സിമെട്രിക് ആർത്രൈറ്റിസ്. സിമെട്രിക് എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. നമ്മൾ ഒരു കയ്യിലുണ്ടെങ്കിൽ മറ്റേ കയ്യിലും ഉണ്ടാവും, രണ്ട് കയ്യിലും ഒരുപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, രണ്ട് കയ്യിലും ഒരുപോലെ ആയിരിക്കും വരുന്നത്, അതിനെ സിമെട്രിക്കൽ എന്ന് പറയും. പിന്നെ എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്താ? അതർ ദാൻ സ്കെൽറ്റൽ സിസ്റ്റം, ഓസ്റ്റിയോപോറോസിസ്, സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് ഞാൻ പറഞ്ഞു, റിമാറ്റോയിഡ് നോഡ്യൂൾസ് ഉണ്ടാവും. ദെൻ ഇൻ സിവിയർ കേസസ് ദ ലേറ്റ് സ്റ്റേജ് ഓഫ് റിമാറ്റോയിഡ് ആർത്രൈറ്റിസ് കോസ് ആങ്കൈലോസിസ്. ഞാൻ പറഞ്ഞു ഫ്യൂഷൻ ഓഫ് ബോൺസ്, അതിൻ്റെ ഒരു സ്റ്റേജസ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ആങ്കൈലോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ. ദെൻ പിന്നെ ഈ അൾനാർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിഫോമിറ്റി ഇൻ തമ്പ്. നമ്മുടെ കയ്യിലുള്ള തമ്പിലുള്ള ഡിഫോമിറ്റീസിനാണ് നമ്മൾ അൾനാർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബോട്ടോനിയർ ആൻഡ് സ്വാൻ നെക്ക് ഡിഫോമിറ്റിയാണ് ഉണ്ടാകുന്നത്. ബോട്ടോനിയർ ആൻഡ് സ്വാൻ നെക്ക്, അതായത് സ്വാൻ്റെ നെക്കിൻ്റെ ഷേപ്പ്, അരയന്നത്തിൻ്റെ നെക്കിൻ്റെ ഷേപ്പിലാവും നമ്മുടെ തമ്പ്, അതായത് വളഞ്ഞിരിക്കും ഇങ്ങനെ. അതിനാണ് നമ്മൾ അതുപോലെ ബോട്ടോനിയർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വളഞ്ഞിരിക്കുന്നതിനാണ് ബോട്ടോനിയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്വാൻ നെക്ക് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സ്വാൻ നെക്കിൻ്റെ നമ്മുടെ അരയന്നത്തിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പിലായിട്ട് മാറും. ഓക്കെ, നമ്മുടെ തമ്പിൻ്റെ ഷേപ്പ്, മനസ്സിലായില്ലേ? ദീസ് ആർ ദ മേജർ സിംറ്റംസ്. പിന്നെ അതിൻ്റെ കൂടെ അപ്പാർട്ട് ഫ്രം ദിസ് സിംറ്റംസ്, അഡീഷൻ ടു ദിസ്, നമുക്ക് ദ പേഷ്യൻറ്റ് മേ ഹാവ് അനീമിയ, സിവിയർ അനീമിക് ആവും പേഷ്യൻറ്റ്. HP ലെവൽ വളരെയധികം കുറയും. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡിക്കകത്ത് പെയിൻ ഉണ്ടാവും, ഫീവർ ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് ഫീവർ, സിവിയർ ഫീവർ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഡയഗ്നോസിസ് ആണ്. ഓക്കെ, ആക്ച്വലി ദ ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ് ഈസ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻ കോളേജ് ഓഫ് റിമറ്റോളജി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടത്? അതിൻ്റെ ക്രൈറ്റീരിയ അമേരിക്കൻ കോളേജ് ഓഫ് റിമറ്റോളജി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ കോളേജ് ഓഫ് റിമറ്റോളജി അതിന് 7 ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 4 ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ദ പേഷ്യൻറ്റ് ഈസ് ഹാവിങ് ഫസ്റ്റ് 4, ഇഫ് ദ പേഷ്യൻറ്റ്
having first 4 symptoms, then the patient is having this rheumatoid RA എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. ഈ ഫസ്റ്റ് 4 സിംറ്റംസ് ആർ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് 4 സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റിഫ്നെസ് മോർ ദാൻ 1 hour, ഓക്കെ, arthritis of 3 or more joints and soft tissue swelling, okay, arthritis of 3 or more joints, അതായത് 3 അതിലധികമോ ജോയിൻസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ. ദെൻ ആർത്രൈറ്റിസ് ഓഫ് ഹാൻഡ് ജോയിൻറ്റ്, അതായത് റിസ്റ്റ്, MCP എന്ന് പറഞ്ഞാൽ മെറ്റാകാർപ്പോ ഫലഞ്ചൽ ജോയിൻറ്റ്സ്, ഓക്കെ. ദെൻ PIP എന്ന് പറഞ്ഞാൽ ഫലഞ്ചൽ ഇൻ്റർഫലഞ്ചൽ ജോയിൻറ്റ്, ഓക്കെ, ഫലഞ്ചൽ ഇൻ്റർഫലഞ്ചൽ ജോയിൻറ്റ്, ഓക്കെ. ദെൻ സിമെട്രിക്കൽ ആർത്രൈറ്റിസ്, ഓക്കെ. റിമാറ്റോയിഡ് നോഡ്യൂൾസ് ഞാൻ എന്താണെന്ന് പറഞ്ഞു, ഓക്കെ. സിറം റിമാറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ്, ഓക്കെ. ദെൻ റേഡിയോഗ്രാഫിക് എക്സ്റേ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡിഫോർമേഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 4 സിംറ്റംസ് പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ആൻഡ് ഇറ്റ് മേ കണ്ടിന്യൂ അപ് ടു 6 months, 4 സിംറ്റംസും ഇറ്റ് മേ കണ്ടിന്യൂ അപ് ടു 6 months ആണെങ്കിൽ the patient is diagnosed with RA എന്ന് പറയാം. നമുക്ക് RA എന്ന് പറയാം, rheumatoid arthritis. Symptoms of morning symptoms: arthritis 3 or more joints, arthritis of hand joints, then symmetrical arthritis. In addition to this, patients show rheumatoid nodules, RF and radiological changes, okay. rheumatoid factors കാണാൻ പറ്റും ബ്ലഡിനകത്ത്, ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ആണ് ഡയഗ്നോസിസിലെ മെയിൻ ക്രൈറ്റീരിയ പറഞ്ഞത്. ദാറ്റ് ഈസ് അമേരിക്കൻ കോളേജ് ഓഫ് റിമറ്റോളജി, അവരാണ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കൻ കോളേജ് ഓഫ് റിമറ്റോളജി, ഓക്കെ. ദെൻ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റിനകത്ത് നമ്മൾ നോർമലി നോക്കുന്നത് ദിസ് RF ഉണ്ടോ, റിമറ്റോയിഡ് ഫാക്ടർ ഉണ്ടോ, ആൻറ്റിജൻ HLA-DR4 ഉണ്ടോ, പിന്നെ നമുക്ക് ESR ചെക്ക് ചെയ്യാൻ പറ്റും, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്, എന്തെങ്കിലും ഇതിലുള്ള ക്രോണിക് ഇൻഫ്ലമേഷനിൽ എലിവേറ്റ് ചെയ്യുന്നതാണ് ESR, അല്ലേ. പിന്നെ പ്രസൻസ് ഓഫ് സൈനോവൈറ്റിസ്, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഇൻ ദ സൈനോവിയൽ മെംബ്രെയിൻ, അതിനാണ് സൈനോവൈറ്റിസ് എന്ന് പറയുന്നത്, ഓക്കെ. ഇറോഷൻ ഓഫ് ബോണിൽ എന്തെങ്കിലും ഡാമേജ് ഓർ കാർട്ടിലേജ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. മോർണിംഗ് സ്റ്റിഫ്നെസ്, അറ്റ്ലീസ്റ്റ് 6 weeks മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിലും, ഓക്കെ. മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ബോൺസിലും ജോയിൻസിലും ഒക്കെ സ്റ്റിഫായിട്ടിരിക്കുക, ഓക്കെ. സ്വെല്ലിംഗ് ഓഫ് 3 or more joints, ഞാൻ ഓൾറെഡി അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. പിന്നെ റിമാറ്റോയിഡ് ഫാക്ടർ, ഓക്കെ, റിമാറ്റോയിഡ് ഫാക്ടർ, okay. These are the major diagnostic criteria, okay. നമ്മൾ നോർമലി റിമാറ്റോയിഡ് ആർത്രൈറ്റിസ് വന്ന ഇറ്റ്സ് പ്രൊസീജിയർ ഫോർ ഡയഗ്നോസിസ് ആണ്. ഇതിനകത്ത് ഹെമറ്റോളജി സ്റ്റഡി നടത്തണം, സിറോളജിക്കൽ സ്റ്റഡി നടത്തണം, ദാറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ് ആൻഡ് എക്സ്റേ ഓർ റേഡിയോളജി, ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇഫ് പേഷ്യൻ്റ് ഈസ് റിമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ദെൻ patient having rheumatoid arthritis, then the patient's ESR is increased. ഹെമറ്റോളജി നോക്കിക്കഴിഞ്ഞാൽ ESR കൂടുതലായിരിക്കും, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് കൂടുതലായിരിക്കും, CRP ദാറ്റ് ഈസ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടുതലായിരിക്കും, ദാറ്റ് ഈസ് ക്രോണിക് ഇൻഫ്ലമേഷനിൽ എലിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ. then HB കുറവായിരിക്കും, ഞാൻ പറഞ്ഞു അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ടോട്ടൽ അയൺ ബൗണ്ടിങ് കപ്പാസിറ്റി കുറവായിരിക്കും, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ഇൻ ഹിമോഗ്ലോബിൻ ഇസ് ഡിക്രീസ്ഡ്, ഓക്കെ. ദെൻ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ കൂടും, പ്ലേറ്റ്ലെറ്റ്സും കൂടിയിരിക്കും. സിറോളജിക്കൽ ടെസ്റ്റിനകത്ത് RF ആണ് നമ്മൾ നോർമലി നോക്കുന്നത്, ദാറ്റ് ഈസ് റിമാറ്റോയിഡ് ഫാക്ടർ, ഓക്കെ. ഇമ്മ്യൂണോഗ്ലോബുലിൻസും ആൻറ്റിബോഡിയും കൂടിയിരിക്കും, ഓക്കെ. ദെൻ സൈനോവിയൽ ഫ്ലൂയിഡ്സ് നോക്കും, വിസ്കോസിറ്റി കുറവായിരിക്കും, പ്രോട്ടീൻ്റെ ലെവൽ കൂടുതലായിരിക്കും, ട്രാൻസ്ലൂസൻ്റ് ആണോ ഒപ്പേക്ക് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ റേഡിയോളജി നോർമലി എക്സ്റേ ആണ്, അതായത് ബോണ്ട് എറോഷനും ഡിഫോമിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത്രയുമാണ് ടെസ്റ്റുകൾ നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത്, ഓക്കെ. ബേസ്ഡ് ഓൺ ദിസ് ടെസ്റ്റ് നമ്മൾ എന്താ ദ പേഷ്യൻ്റ് ഈസ് കൺഫേംഡ് വിത്ത് ഓർ ഡയഗ്നോസ്ഡ് വിത്ത് RA ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ പോകണം, ഓക്കെ. മാനേജ്മെൻറ്റാണ് മേജർ എയിം എന്ന് പറഞ്ഞാൽ റിലീവ് ദ പെയിൻ. ഒരു സിവിയർ പെയിനും ആയിരിക്കും, സ്വെല്ലിംഗ് ആയിരിക്കും, അപ്പോൾ അത് റിലീവ് ചെയ്യണം. പിന്നെ ഡിസ്കംഫോർട്ട് കുറയ്ക്കുക, സിംറ്റംസ് കുറയ്ക്കുക, അമീലിയറേറ്റ് സിംറ്റംസ്, ഓക്കെ. പിന്നെ ലിമിറ്റ് ദ ഡിസീസ് പ്രോഗ്രഷൻ, RA പ്രോഗ്രസ് ചെയ്യാതിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ദെൻ പേഷ്യൻസിൻ്റെ മൊബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഓക്കെ. മൊബിലിറ്റി ആങ്കൈലോസിസ് വന്നാൽ പിന്നെ മൂവ് ചെയ്യില്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മേജർ എയിം ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്, ഓക്കെ. അപ്പോൾ സിംറ്റംസ് ലൈക്ക് പെയിൻ, സ്വെല്ലിങ് അങ്ങനെയുള്ള കുറയ്ക്കുക,
പിന്നെ പേഷ്യൻസിൻ്റെ പ്രോഗ്രഷൻ, അതായത് ഡിസീസ് പ്രോഗ്രഷൻ കുറയ്ക്കുക, പിന്നെ മൂവ്മെൻറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മൊബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. ഇതിനു വേണ്ടി നമ്മൾ ഫാർമക്കോളജിക്കൽ ആൻഡ് നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു മൈൽഡ് കേസ് ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റും, പിന്നെ ഹീറ്റ് കോൾഡ് ഇലക്ട്രോ തെറാപ്പി ചെയ്യാൻ പറ്റും, എക്സസൈസ്. പിന്നെ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പറ്റിയില്ലെങ്കിൽ നമുക്ക് സർജിക്കൽ റിമൂവൽ, അതായത് സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ആർത്രോപ്ലാസ്റ്റി. ഓക്കെ, ആർത്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ്, നമ്മൾ നോർമലി നീ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ, മുട്ടൊക്കെ മാറ്റി വയ്ക്കുന്ന ആർത്രോപ്ലാസ്റ്റി. ദെൻ ബോൺ ഗ്രാഫ്റ്റിംഗ്, അതായത് ആങ്കൈലോസിസ് വന്നിട്ടുള്ള ബോണിൽ ഗ്രാഫ്റ്റ് ചെയ്യുക, പുതിയ കാർട്ടിലേജ് ഒക്കെ പിടിപ്പിക്കുക. പിന്നെ സൈനോവൽ മെംബ്രെയിൻ ഇസ് റിമൂവ്ഡ്. ഓക്കെ, ഇൻഫ്ലമഡ് ആയിട്ടുള്ള സൈനോവൽ മെംബ്രെയിനെ റിമൂവ് ചെയ്യുക, സൈനോവെക്ടമി ചെയ്യുക, സൈനോവെക്ടമി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർജിക്കൽ പ്രോസസ് ചെയ്യുന്ന പ്രൊസീജിയർ. ദാറ്റ് ഈസ് ഓൾസോ കംസ് അണ്ടർ നോൺ ഫാർമക്കോളജിക്കൽ, ഡ്രഗ് അല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമുക്ക് ഫാർമക്കോളജിക്കലാണെങ്കിൽ നമുക്ക് 4 കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ റിമാറ്റോയ്ഡ് RAയിൽ പഠിച്ചിട്ടുണ്ടാവും. NSAIDs യൂസ് ചെയ്യാം, DMARDs, ദാറ്റ് ഈസ് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റിമാറ്റിക് ഡ്രഗ്സ്, ഡിമാർട്സ് എന്ന് പറയും. DMARDs, ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റിമാറ്റിക് ഡ്രഗ്സ് എന്ന് പറയാം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇമ്മ്യൂണോ സപ്രസൻ്റ്, ഇത് ഇൻഫ്ലമേഷനാണെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. പിന്നെ ബയോളജിക്കൽ തെറാപ്പീസ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TNF ആൽഫ, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഇൻഹിബിറ്റ്, TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ്, പിന്നെ ഇൻ്റർലൂക്കിൻ ഇൻഹിബിറ്റേഴ്സ്, അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബയോളജിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി നമ്മൾ വളരെ പേഷ്യൻ്റ് ബെനിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് ബയോളജിക്കൽ. വേറെ അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, ടാർജറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് അതിന്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആണ് നമ്മൾ നോർമലി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ദാറ്റ് ഈസ് ഇൻ്റർലൂക്കിൻസ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ദിസ് TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, NSAID നോർമലി പെയിനിന് വേണ്ടിയാണ്, പെയിൻ റിലീഫ്. DMARDs എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡും ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. ഓക്കെ, NSAIDs നമ്മൾ നോർമലി പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് സൈക്ലോഓക്സിജനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ആസ്പിരിൻ കൊടുക്കാം, ഡൈക്ലോഫെനാക്ക് കൊടുക്കാം, ഇൻഡോമെത്തസിൻ കൊടുക്കാം, ഐബുപ്രൂഫൻ കൊടുക്കാം, പിന്നെ COX-2 ഇൻഹിബിറ്റേഴ്സ്, സെലക്കോക്സ്മാൻ, വാൾഡക്കോക്സിപ്പ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ഇത്രയും ഡ്രഗ്സ് ആണ് നമ്മൾ നോർമലി പ്രൈമറി ലെവലായിട്ട് കൊടുക്കുന്നത്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഫോർ ദി what we called minimize the pain and swelling. ഓക്കെ, അതിനുവേണ്ടിയാണ് NSAIDs കൊടുക്കുന്നത്. ദെൻ ഡിസീസ് മോഡിഫയിങ് റിമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെക്കാനിസം ഇൻഹിബിറ്റ് ദ റിലീസ് ആൻഡ് റെഡ്യൂസസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലമേറ്ററി cytokines such as TNF alpha, interleukin 1, interleukin 2 and interleukin 6. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മേജർ ഫങ്ഷൻ. ഇറ്റ് വിൽ inhibit the release of various inflammatory factors, inflammatory mediators, mainly cytokine storms ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകുന്നത്. അതിൽ പരമാവധി കുറയ്ക്കാം. ഓക്കെ, അത് മെയിനായിട്ട് TNF ആൽഫനെ ഇൻഹിബിറ്റ് ചെയ്യും, ഇൻ്റർലൂക്കിൻ 1 ഇൻഹിബിറ്റ് ചെയ്യും, ഇൻ്റർലൂക്കിൻ 2 ഇൻഹിബിറ്റ് ചെയ്യും ആൻഡ് ഇൻ്റർലൂക്കിൻ 6 ഇൻഹിബിറ്റ്. ഡ്രഗ്സ്, DMARDs വരുന്ന ഡ്രഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫാസാലിസിൻ, മെത്തോട്രെക്സേറ്റ്, സൈക്ലോസ്പോറിൻ, അസാതയോപ്രിൻ, പെൻസിലമിൻ ആൻഡ് ഗോൾഡ്. ഓക്കെ, ഇത്രയും ആണ് DMARDയിൽ വരുന്ന ഡ്രഗ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, DMARDs, ദ ഡ്രഗ്സ് ദാറ്റ് കംസ് അണ്ടർ DMARD, ദാറ്റ് ഈസ് സൾഫാസാലിസിൻ, മെത്തോട്രെക്സേറ്റ്, സൈക്ലോസ്പോറിൻ, അസാതയോപ്രിൻ, അതാണ് അസാതയോപ്രിൻ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നോക്കിയാൽ നിങ്ങൾ, പെൻസിലമൈൻ ആൻഡ് ഗോൾഡ്. ഓക്കെ, ഇത്രയും ഡ്രഗ്സ് ആണ് ഏതിനാണ് വരുന്നത്, DMARDsൽ വരുന്നത്. ഓക്കെ, ദെൻ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, നമുക്ക് മീഥൈൽ പ്രെഡ്നിസോൾ കൊടുക്കാം. മീഥൈൽ പ്രെഡ്നിസോൾ ആണ് നോർമലി കൊടുക്കുന്നത്. സൈറ്റോകൈൻ ഇൻഹിബിറ്റേഴ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് നിങ്ങളുടെ. TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ്, ഇൻഫ്ലിക്സിമാബ് ആൻഡ് എറ്റാനർസെപ്റ്റ്. ഓക്കെ, ഇൻഫ്ലിക്സിമാബ് ആൻഡ് എറ്റാനർസെപ്റ്റ്. ദെൻ ഇൻ്റർലൂക്കിൻ ആൻറ്റഗോണിസ്റ്റ് ആണ് അനാക്കിൻഡ്ര. ഓക്കെ, ഇൻഫ്ലിക്സിമാബ് ആൻഡ് എറ്റാനർസെപ്റ്റ്. ഓക്കെ, ഇതെല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. ഓക്കെ, കോർട്ടിക്കോസ്റ്റെറോയിഡ്സും സൈറ്റോകൈൻസും ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ അൽഗോരിതത്തിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ സിംഗിൾ DMARD ഓർ ആഡിങ് ദിസ് NSAID ആഡ് ചെയ്യുക വിത്ത്
സിംഗിൾ DMARD, ദാറ്റ് ഈസ് സിംഗിൾ മോണോതെറാപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. മെത്തോട്രക്സേറ്റ് ഓർ അതർ DMARD വെച്ച് സ്റ്റാർട്ട് ചെയ്യും ട്രീറ്റ്മെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് NSAID, ഓക്കെ, ഓർ പ്രെഡ്നിസോൺ വെച്ച് ട്രീറ്റ് ചെയ്യും, ഓക്കെ. ദെൻ അങ്ങനെ വെച്ച് ട്രീറ്റ് ചെയ്യും, 3 months നോക്കും. നോക്കിയിട്ട് ഇപ്പോൾ ബെറ്റർ ആണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും, ഓക്കെ. ഇപ്പോൾ പേഷ്യൻസിന് പുവർ റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് വി ഹാവ് ടു ആഡ് സം ഡ്രഗ്സ്, ഓക്കെ. കോമ്പിനേഷൻ ഡ്രഗ് കൊടുക്കേണ്ടി വരും, ഓക്കെ. കോമ്പിനേഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ കോംബോ DMARD, ഓക്കെ. കോംബോ DMARD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഗോ ഫോർ ദിസ് മെത്തോട്രക്സേറ്റ് ആൻഡ് വാട്ട് വി കോൾഡ് ദിസ് എനി അതർ DMARDs. പെൻസിൽനമീൻ കൊടുക്കാം, അല്ലെങ്കിൽ സൾഫാസാൽസിൻ കൊടുക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രഗ് അതിൻ്റെ കൂടെ കൊടുക്കാം, ഓക്കെ. പിന്നെ എന്നിട്ട് പേഷ്യൻസിന് പുവർ റെസ്പോൺസ് ആണെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് DMARD ആൻഡ് ബയോളജിക് എന്ന് പറഞ്ഞാൽ TNF ആൽഫ ഓർ ഇൻ്റർലൂക്കിൻസ് കൊടുക്കുക, TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ് ഓർ ഇൻ്റർലൂക്കിൻ ഇൻഹിബിറ്റേഴ്സ്, ഇത് രണ്ടും കൂടി കൊടുക്കുക, പ്ലസ് കോർട്ടിക്കോസ്റ്റീറോയിഡ്, എ കോമ്പിനേഷൻ ഓഫ് 3 drugs കൊടുക്കുക. അങ്ങനെ നമ്മൾ മാറ്റി നോക്കണം, ഓക്കെ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് NSAIDയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോണോതെറാപ്പി ഓഫ് DMARD അത് കൊടുത്ത് നോക്കുക, 3 months നോക്കുക. അല്ലെങ്കിൽ പുവർ റെസ്പോൺസ് ആണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്, കോമ്പിനേഷൻ ഓഫ് DMARD ആൻഡ് NSAID കൊടുക്കാം. അതിൽ നിന്നില്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് DMARD ആൻഡ് ദിസ് വാട്ട് വി കോൾഡ് ബയോളജിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർലൂക്കിൻസും അല്ലെങ്കിൽ TNF ആൽഫ ഇൻഹിബിറ്റേഴ്സോ ഇൻ്റർലൂക്കിൻ ഇൻഹിബിറ്റേഴ്സോ TNF ആൽഫ ഇൻഹിബിറ്റേഴ്സോ കൊടുക്കുക, ഓക്കെ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ അൽഗോരിതം, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സാമിനേഷൻ ചോദിക്കുന്നതാണ് RA, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, ഓക്കെ. താങ്ക് യു.